ടിക്കറ്റ് എടുത്തതിന്റെ ബാക്കിയുണ്ട്. നിനക്കെന്താ പറ്റി? നീ ബസ്സിൽ ഇറങ്ങിയപ്പോ തൊട്ട് ശ്രദ്ധിക്കുവാണല്ലോ. നിനക്ക് എന്താ പറ്റിയേ? എടി, ബസ്സിൽ വെച്ച ഒരാൾ എന്നോട് മോശമായിട്ട് പെരുമാറി. നീ എന്നിട്ട് അപ്പ പറയാതിരുന്നത്? ഞാൻ പറഞ്ഞ എന്നെ ആരെങ്കിലും വിശ്വസിക്കോ? വിശ്വസിക്കാതിരിക്കാൻ എന്താ? എടി, വേറൊന്നുമല്ല, ഇപ്പൊ ഒരുത്തി കാരണം ഒരു ഒരു ചേട്ടന്റെ ജീവിതം ഇല്ലാതായില്ലേ? അതുപോലെ ഞാനിപ്പം എനിക്കുണ്ടായ കാര്യം ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയത്തില്ലേ ഞാൻ കള്ളം പറയുക, ഞാനും അവളെ പോലെ വൈറലാവാൻ നോക്കുവാന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാനും അതുകൊണ്ട് ഒന്നും റിയാക്ട് ചെയ്യാതിരുന്നത്. എനിക്ക് പേടിയായിപ്പോയി. ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ, ഞാനും അവളെ പോലെ കള്ളം പറയുന്നതാണോ, അവളെ പോലെ ഞാനും വൈറലാവാൻ നോക്കുന്നതാന്നൊക്കെ ആരെങ്കിലും പറയുമെന്ന് പേടിച്ച ഞാൻ മിണ്ടാതെ നിന്ന്. ഇടി, അതിനെ വെച്ചിട്ട് നീ ഇതിനെ കമ്പയർ ചെയ്യാതെ. അവളെ ഒന്നും പെണ്ണെന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അവൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു തോന്നിവാസം. അത് കാരണം ഒരാളുടെ ലൈഫ് തന്നെ ഇല്ലാതായത്. നിന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മിക്ക പെൺകുട്ടികൾക്കും അതുള്ളിൽ ഒരു പേടിയായിട്ട് നിൽക്കും. കാരണം ഇനിയും ബസ്സിലോ എവിടെയെങ്കിലും വെച്ചെന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി അത് ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കുമോ ഇല്ലയോ, കള്ളം പറയാമെന്ന് വിചാരിക്കുമോ എന്നൊക്കെയുള്ള പേടി കാണും. നീ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഓക്കെ ബസ് വെച്ച് ഉണ്ടായെന്നുണ്ടെങ്കിൽ നീ അവൾ ചെയ്ത പോലെ വീഡിയോ എടുത്തിട്ട് അതുടനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനല്ല നിൽക്കേണ്ടത്. നേരെ മറിച്ച് നീ ഒന്നെങ്കിൽ നിന്റെ അടുത്തുള്ള ആരോടെങ്കിലും കാര്യം പറയണം. ഒന്നെങ്കിൽ എന്നോട് നീ പറയണമായിരുന്നു, അതല്ല ബസ്സിൽ കണ്ടക്ടറിനോട് പറയണമായിരുന്നു. അതുമല്ലെങ്കിൽ നീ നിന്റെ ഫോണിൽ നീ ധൈര്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് ഉടനെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനല്ല നോക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്യേണ്ടത്. ഇതിപ്പോ നീ മിണ്ടാതെ നിന്നത് എനിക്ക് മനസ്സിലാവും. നീ പേടിച്ചിട്ടാ മിണ്ടാതെ നിന്നത്, നിനക്ക് ധൈര്യം ഇല്ലാഞ്ഞിട്ടാവുന്നു. പക്ഷെ റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യുകയും വേണം.